അതായത് രണ്ടുപേരോടാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. രണ്ടുപേരുമായി ഇഷ്ടംപോലെ ഒരു രണ്ട് UDF-ഉം LDF-ഉം ഇവർ 50 വർഷത്തിൽ കൂടുതലായി ഇവിടെ 2 MP-മാർ ഇവിടെ ഭരിച്ചു പഠിച്ചു. ഇവിടെ നല്ലൊരു ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് ഇല്ല. അവിടെ നല്ലൊരു ബസ് സ്റ്റാൻഡ് ഈ കൊല്ലം ജില്ലയിലുണ്ടോ? കൊല്ലത്തെ ജംഗ്ഷനിൽ ഒരു നല്ല ബസ് സ്റ്റാൻഡ് ഉണ്ടോ? ഇവിടെ KSRTC ബസ് സ്റ്റാൻഡ് കിടക്കിയ അല്ല, ചോദിക്കേണ്ട ചോദ്യം ചോദിക്കൂ പ്ലീസ്. അതായത് നിങ്ങൾ ഇത്രയും നാൾ ഇവിടെ ഭരിച്ചിട്ട് ഒരു നല്ലൊരു ബസ് സ്റ്റാൻഡ് പണിയാൻ നിങ്ങൾ ബസ് സ്റ്റാൻഡ് ഇല്ല. അടുത്തത് പ്ലീസ്. ബസ് സ്റ്റാൻഡ് ഇല്ല. KSRTC ബസ് സ്റ്റാൻഡ് വളരെ മാലിന്യ കുമാരമായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം എന്തുകൊണ്ട് നിങ്ങൾക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല? അരുണേ പെട്ടെന്ന് മറുപടി. ബസ് സ്റ്റാൻഡ് ഇല്ല, മാലിന്യ കൂമ്പാരം. കൊല്ലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇപ്പോ KSRTC ബസ് ടെർമിനലിന് പെട്ടെന്ന് മറുപടി പറയാം ബന്ധപ്പെട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നക്കടയിൽ നമ്മുടെ ബസ് വേ, വളരെ മനോഹരമായ ബസ് വേ ഇവിടെ PK ഗുരുദാസൻ സഖാവിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. KSRTC ബസ് ടെർമിനൽ ഇവിടെ ഇപ്പോൾ അതിന്റെ ഫണ്ട് അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. ടെൻഡർ അടക്കമായിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഒരു കാര്യം കൂടെ ഞാൻ വേണ്ടി പറയാം. ഈ നേരത്തെ ഇവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം റെയിൽവേ വേണോ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. റെയിൽവേയുമായി ബന്ധപ്പെട്ട് പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ ട്രെയിനുകളൊന്നും മാന്യമായി ഓടിക്കുക, സമയത്ത് ഓടിക്കുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ പാർക്കിംഗ് എല്ലാ ട്രെയിനുകളും പോകുന്നു. അതുപോലെ ഇവിടെ നേരത്തെ അദ്ദേഹം ചോദിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഒരു ട്രെയിനുമില്ല. അല്ല